ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ പറയടയിലാണുള്ളത്. ഇപ്പോൾ 2-3 ദിവസമായി വന്നിട്ട്. ഉണ്ണി ഗൾഫിൽ പോവുകയാണ് ഗെയ്സ്. അപ്പോൾ അതുകൊണ്ട് വർക്കലയിൽ നിന്ന് നിർത്തി വന്നായിരുന്നു. അപ്പോൾ ഞാനും വാവച്ചിയും ഉണ്ണിയുടെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി നാളെ വെളുപ്പിന് 5:50 ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നൊരു ഇന്ന് രാത്രി 10 മണിക്കൊക്കെ ഇറങ്ങും കേട്ടോ. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇത് ഉണ്ണിക്ക് കൊണ്ടുപോകാനുള്ള ഷീറ്റാണ്. ഇതിന് നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അമ്മച്ചേച്ചി ഒരു പ്രാവശ്യം ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഇത്രത്തിൻ്റെ ആവശ്യം ഉണ്ണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ രണ്ടാക്കിയിട്ട് സൈഡൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ മെഷീനിൽ സൂചിയൊക്കെ ഇട്ടു. സൂചിയൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു തയ്ക്കാത്തത് കൊണ്ടേ. അപ്പോൾ സൂചിയൊക്കെ ഇട്ടു. പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ മോട്ടറൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് തയ്ച്ചൊക്കെ എടുത്തിട്ട് പിന്നെ സൂചിയും മോട്ടറും ഒക്കെ മാറ്റിയിട്ട് ഇതിപ്പോൾ എണ്ണയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ ദേവിയമ്മ ഉച്ചക്കലത്തേക്കുള്ള പണികളൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ മോരായിട്ടുണ്ട്, തോരനും മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ ചെയ്യുന്നുണ്ട്. മീൻ വറുക്കുക അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ വരുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ചിട്ട് വൈകിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ കലക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ചായയൊക്കെ ഇട്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉണ്ണിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ 1-2 ക്ലിപ്പുകളൊക്കെ എടുത്തിരുന്നു. അധികമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഫോൺ ഓഫായി പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഞാനും ഉണ്ണിയും കൂടിയാണ് ഉണ്ണിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയത്. നമ്മൾ കരുനാഗപ്പള്ളിയിൽ നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ 2 വീലറിലങ്ങ് പോയി. ഉണ്ണിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡ്രസ്സൊന്നും അങ്ങനെ വാങ്ങുന്നില്ല. പിന്നെ ഇപ്പോൾ തുപ്പാശ്ശേരിയിൽ വന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ കമ്പിളി പോലെ പുതയ്ക്കുന്നത് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ പില്ലോ കവറ്, ഉണ്ണിയുടേതായിട്ടുള്ള കുറച്ച് ഇന്നോവേഴ്സും പിന്നെ സോക്സ് അങ്ങനത്തെ കാര്യങ്ങൾ, ഹൂഡി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതിയിട്ടാണ് വന്നത്. പിന്നെ ലുങ്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ബില്ലടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഒരു 2-2:30 ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം വാങ്ങാമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണിയും ഡ്രാഗൺ ചിക്കനുമാണ് കേട്ടോ കഴിച്ചത്. ഇവിടുത്തെ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ ഡ്രാഗൺ ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പെട്ടി, ഷൂ, ബാഗ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോൺ അപ്പോഴേക്കും ഓഫായി പോയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ എടുത്ത വീഡിയോ. അത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഞങ്ങൾ രാത്രി 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നിറയെ ആൾക്കാരും ഒക്കെ ആയിരുന്നു. പിന്നെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുപ്പ് നടന്നില്ല. ഇതിപ്പോൾ നമ്മൾ കൊച്ചി എത്തിയിട്ടുണ്ട്, എയർപോർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചായയും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്, ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എയർപോർട്ടിലെത്തിയതിന് ശേഷം വെയിറ്റും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ടുണ്ടായില്ല. നമ്മൾ വീട്ടിൽ വെച്ച് നോക്കിയപ്പോൾ പെട്ടിയുടെ വെയിറ്റൊക്കെ കറക്റ്റായിരുന്നു. അങ്ങനെ പിന്നെ ഉണ്ണി ഇവിടെ എത്തി 1-2 ഫോട്ടോയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അങ്ങ് പെട്ടെന്ന് പോവുകയാണ്. ആൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ നേരം നിന്നാൽ പിന്നെ സീൻ വഷളാകുമെന്നും കരുതിയിട്ട് അങ്ങ് പോവുകയാണ്. വാവച്ചി ആ സമയം നല്ല ഉറക്കമായിരുന്നു. എന്തായാലും അച്ഛൻ പോകുന്നതിന് മുന്നേ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ നല്ല വിഷമമായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. എനിക്കൊക്കെ നല്ല വിഷമമായിരുന്നു. അച്ഛൻ കാണാൻ പറ്റിയില്ല. ഇതാരാ? കുഞ്ഞാറ്റയാണോ?
ഉണ്ണി ഇപ്പോൾ കയറി പോയിട്ടുണ്ട്. ഉണ്ണി ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. ഇതിപ്പോൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 7 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഉറക്കമൊന്നും ശരിയായിട്ടില്ലായിരുന്നു, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.